ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. കേരള മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നീട് അറിയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ 3 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മാധ്യമങ്ങളോട് അവർ ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നേതാക്കൾക്ക് വേണ്ടി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വെച്ച ഫ്ലെക്സുകൾ മാറ്റണമെന്നും പ്രകടനങ്ങളുമായി തെരുവിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു. തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം നേതാവ് വിജയ് നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 118 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച വിജയ് ഇന്ന് ചെന്നൈ ലോക് ഭവനിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ സന്ദർശിച്ചിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുദിറാം തുഡു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടകം, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 3 പഞ്ചായത്തുകളും ഒരു ബ്ലോക്ക് പഞ്ചായത്തും അംഗീകാരം നേടി. വിവിധ വിഭാഗങ്ങളിലായി പത്തനംതിട്ടയിലെ നിരണം, തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ, കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്നീ പഞ്ചായത്തുകളാണ് പുരസ്കാര നേട്ടത്തിലെത്തിയത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ്. സ്പെയിനിൽ ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അധനോം ഗബ്രിയേസസ് സ്പെയിനിലെത്തി. കപ്പലിൽ നിന്ന് 140-ലധികം യാത്രക്കാരെയും ജീവനക്കാരെയും ഒഴിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നതിനാണ് അദ്ദേഹം സ്പെയിനിൽ എത്തിയത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഒളിമ്പിക്സ് ഗുസ്തി താരം വിനേഷ് ഫോഗാട്ടിന് ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്ക രാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമ ലംഘനവും ആരോപിച്ചാണ് നോട്ടീസ് നൽകിയത്. ഈ വർഷം ജൂൺ 26 വരെ ആഭ്യന്തര മത്സരങ്ങളിൽ മത്സരിക്കാൻ വിനേഷ് അയോഗ്യയാണെന്ന് നോട്ടീസിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ ബംഗളൂരു മത്സരം പുരോഗമിക്കുന്നു. നേരത്തെ നടന്ന ഗോവ മോഹൻ ബഗാൻ മത്സരം 1-1 സമനിലയിലായി. 19ാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഡോക്യുമെന്ററി, ഷോർട്ട് ഫിക്ഷൻ, ആനിമേഷൻ ചിത്രങ്ങൾക്കായുള്ള ദക്ഷിണേഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ചലച്ചിത്രമേളയാണ് MIFF. ജൂൺ 15 മുതൽ 21 വരെ മുംബൈയിൽ നടക്കുന്ന മേളയിൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സൗജന്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവില ഈ ആഴ്ചയിൽ 6% കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ഹോർമൂസ് കടലിടുക്കിന് സമീപം അമേരിക്കയും ഇറാനും വ്യോമാക്രമണം നടത്തി. വെടിനിർത്തൽ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ഇടുക്കിയിൽ ASIയെ കാണാതായതായി പരാതി. ഇടുക്കി ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന KT സന്തോഷിനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. കരുണാപുരം ചേറ്റുകുഴി സ്വദേശിയാണ്. ഇന്നലെ രാത്രിയിൽ വീട്ടിലെത്തിയ സന്തോഷ് ഫോണും മറ്റ് രേഖകളും വാഹനത്തിൽ ഉപേക്ഷിച്ച ശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു. കമ്പംമേട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് വെള്ളിയൂരിൽ ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 10ഓളം പേർക്ക് പരിക്കേറ്റു. പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലിമിറ്റഡ് ബസ്സും ഉള്ളിയേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടാങ്കർ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. 2 മണിക്കൂറോളം പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.